നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക, പൂർണ്ണമായി wudu എടുക്കുക, നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരിക്കുക. എന്നിട്ടോ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്, ഖിബലയിലേക്ക് നിന്നു, നല്ല രൂപത്തിൽ നല്ല റാഹത്തായിട്ട് നിന്നു. ദുന്യവിയായ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുണ്ട്, അതൊക്കെ മനസ്സിലുണ്ടെങ്കിലും നല്ല രൂപത്തിൽ നീയത്ത് പറഞ്ഞ് നമ്മൾ കൈകെട്ടുക. ഇനി എങ്ങനെയാ നീയത്ത്? എന്താ നീയത്ത്? നല്ല മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്ത്? 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം, അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. അപ്പോൾ ഇവിടെ 2 റക്അത്താണ് നമ്മൾ നിയത്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കുറഞ്ഞത് ഈ ഹാജത്ത് നിസ്കാരത്തിൽ ഏറ്റവും കുറഞ്ഞത് 2 റക്അത്താണ്. കൂടിയതോ ഏറ്റവും കൂടിയത് 12 റക്അത്ത്. അതായത് 2 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി, വീണ്ടും നിയത്ത് വെച്ചു, വീണ്ടും 2 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി, അങ്ങനെ 2 2 2 2 അങ്ങനെ നിസ്കരിക്കാം, അല്ലെങ്കിൽ 4 4 4 4 അങ്ങനെയും നിസ്കരിക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഏറ്റവും കുറഞ്ഞത് 2 റക്അത്ത്, കൂടിയത് 12 റക്അത്ത് നിസ്കാരമാണ്. അപ്പോൾ 2 റക്അത്ത്, ഇവിടെ നമ്മൾ 2 റക്അത്ത് നിസ്കാരത്തിന്റെ കാര്യമാണ് പറയുന്നത്. 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം, അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ, കൈകെട്ടുക. കൈകെട്ടിയതിനു ശേഷം വജ്ജഹതു, നമുക്കറിയാം വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ തുടങ്ങുന്ന വജ്ജഹതു ഓതുക. അതിനുശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം സൂറത്തുൽ ഫാത്തിഹ അഊദു തൊട്ട് നമ്മൾ പാരായണം ചെയ്യുക. അത് കഴിഞ്ഞ് ആദ്യത്തെ റക്അത്തിൽ ഓതൽ സുന്നത്തായിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യുക. അതിനുശേഷം റുകൂഅ്, പിന്നെ ഇഅ്തിദാൽ, പിന്നെ സുജൂദ്, ആദ്യത്തെ സുജൂദ്, പിന്നെ ഇടയിലെ ഇരുത്തം, വീണ്ടും 2ാമത്തെ സുജൂദ്, പിന്നെ 2ാമത്തെ റക്അത്തിലേക്ക് അല്ലാഹു അക്ബർ. എന്നിട്ടോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം ഫാത്തിഹ പൂർണ്ണമായും ഓതുക. അത് കഴിഞ്ഞ് പിന്നെ സുന്നത്തായിട്ടുള്ള സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് സൂറത്തുൽ ഇഖ്ലാസ് 2ാമത്തെ റക്അത്തിൽ, 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അതിനുശേഷം റുകൂഅ്, സുജൂദ്, സലാം വീട്ടുക. ഇതാണ് 2 റക്അത്തിലെ നിസ്കാരം. ഇനി വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ തന്നെ ഓതാം, അല്ലെങ്കിൽ അറിയാവുന്ന ഏത് സൂറത്ത് നമുക്ക് ഈ നിസ്കാരത്തിൽ ഓതാവുന്നതാണ്. ഏറ്റവും ഖൈറായത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതലാണ്. അത് നമുക്ക് എളുപ്പമാണല്ലോ. ഇനി സൂറത്തുൽ ഇഖ്ലാസ് മാത്രം ഓതാം, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് മാത്രമാണെങ്കിലും ഓതാം, കുഴപ്പമില്ല. ഇനി സൂറത്ത് ഓതിയില്ലേ അതിനും കുഴപ്പമില്ല. പക്ഷേ ആ നിസ്കാരത്തിന്റെ പൂർണ്ണത കിട്ടണമെങ്കിൽ ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക. എന്നിട്ട് സലാം വീട്ടുക. എന്നിട്ടോ ആ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് കുറച്ച് തസ്ബീഹ് ചൊല്ലുക. ഏത്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എങ്ങനെ?